ഓക്കെ, അപ്പോൾ ഈ വണ്ടിനെ കുറിച്ച് പറയൂ. ഈ വണ്ടി നമ്മളെ ഏഷ്യർ പ്രോ ആണ് ഇപ്പോഴത്തെ വണ്ടി. ഏഷ്യറിന്റെ 34 സീറ്റാണ്, 34 സീറ്റ്, പുതിയ അപ്ഡേഷൻ ആണ്. പിന്നെ ബാക്ക് എയർ ആണ്. ഓക്കെ, അതാണ് പുതിയ അപ്ഡേഷൻ. പുതിയ അപ്ഡേഷൻ. പിന്നെ വേറെന്തോ എയർ സസ്പെൻഷൻ ആണോ അതോ എയർ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, എന്താണ് അപ്പോൾ പ്രത്യേകത? പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ വന്നുകൊണ്ടിരുന്ന വണ്ടി പാരാമോളിക്കാണ്. പാരാമോളിക് ലീഫ് സെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ലീഫ് ഒടിയുന്ന പ്രശ്നങ്ങൾ അതിലാണല്ലേ? ലീഫ് അതാണ് ഒരു അങ്ങനെ ഒടിയുന്ന പ്രശ്നം വേണ്ടല്ല. ബാക്കിലിരിക്കുന്നത് യാത്ര കംഫർട്ട് കുറവാണ്. അപ്പം പെട്ടെന്ന് നമ്മളൊരു ഹമ്പ് അറിയാതെ നമ്മളെ ഡ്രൈവർ ആയാലും ആരായാലും നമ്മൾ ചിലപ്പോൾ ചാടിപ്പോയാൽ ബാക്കിരിക്കുന്നത് നല്ല ഇതിൽ എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ബാക്ക് ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും ഉണ്ടാകും. ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ആലോചിച്ചായിരുന്നു, വണ്ടി ബോഡി ചേസിൽ ബോഡി ചെയ്തേക്കുന്ന വണ്ടി എടുത്താലോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞ് അത് ഇപ്പോഴത്തെ പാരാമോളിക്ക് ആണ്. അപ്പോൾ ഞാൻ കമ്പനിയിൽ വിളിച്ചപ്പോൾ പറഞ്ഞ്, സാറേ വെയിറ്റ് ചെയ്യും, പുതിയ വണ്ടി വരുന്നുണ്ട്, നമ്മളെ പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട്, വന്നു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ചേസ് കുറച്ച് റേറ്റ് വ്യത്യാസമുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ വെയിറ്റ് ചെയ്തു. ട്രാവലർ കൊടുത്തിട്ട് നമ്മൾ 2 ദിവസം. റേറ്റ് വ്യത്യാസം എങ്ങനെയാണ്? റേറ്റ് വ്യത്യാസം മറ്റേത് എനിക്കൊന്ന് 22 സംതിങ്ങേ ഉള്ളൂ. ഇതിപ്പം എനിക്ക് തന്നേക്കുന്നത് 24.5 ലക്ഷം രൂപയ്ക്കാണ്. 2.5 ലക്ഷം രൂപ കൂടുതലാണ്. വീണ്ടും വില കൂടി. ഈ മാസം വീണ്ടും കൂടിയിട്ടുണ്ട്. ഈ മാസം 1 ലക്ഷത്തിന് പുറത്താണ്ട് കൂടിയിട്ടുണ്ട്. ഇപ്പം വീണ്ടും ഞാൻ നേരത്തെ, അതായത് കഴിഞ്ഞ മാസത്തിന് മുന്നേ എടുത്തുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് എനിക്ക് 24 തന്നു. നമ്മളെ പുതിയ അവരെ കസ്റ്റമറും കൂടെ, അതുകൊണ്ട് അവരെ നമുക്ക് 24 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. കുറ്റിക്കാട്ട് മോട്ടോഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ബ്രാഞ്ച് ഇവരെ തോന്നക്കല് നമ്മളെ ആശാസ്മാരകത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മലയുടെ മുകളിൽ അത് തന്നെ, സർവീസ് റോഡിന്റെ മുകളിൽ കാണുന്നത് അത് തന്നെ. അവരുടെ എക്സ്പീരിയൻസ് ഇതുവരെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് വേറെ ഇതുവരെ പറയാൻ ബുദ്ധിമുട്ട്. നമ്മൾ ഇനിയിപ്പോൾ വണ്ടി എടുത്തതല്ലേ ഉള്ളൂ. വണ്ടി തന്നു. വണ്ടി സമയത്ത് തന്നു. ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു എങ്ങനെ പോയാലും ഏകദേശം ഒരു 15 ദിവസം ബുക്കിംഗ് നമുക്ക് എടുത്തായിരുന്നു. ബുക്ക് ചെയ്താലും 15 ദിവസത്തെ ഒരു ഡിലേ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, നമുക്ക് ബാങ്കിലെ പ്രൊസീജിയറൊക്കെ ഒന്ന് ആവി വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ അതിൻ്റെ ആയപ്പോഴത്തേക്ക് നമുക്ക് രണ്ടും ഇതിൽ വണ്ടി വന്നെന്ന് നമ്മൾ അറിഞ്ഞില്ല. നമ്മളെ ബാങ്കിലെ പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി വന്നിട്ട് കിടന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കായിട്ട് ഡിലേ ആയില്ല. അവർ 15 ദിവസം പറഞ്ഞെങ്കിലും നമുക്ക് ഡിലേ തോന്നിയില്ല.